കാറ്റത്തേക്കിളി കൂടി ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ അവർ ഇന്നലത്തെ ബാക്കി ചോദിക്കാനായിട്ട് പോകുന്നതാണ് നിധിയെ. അവരെല്ലാവരും കൂടി കളിയാക്കിയായിരുന്നല്ലോ. അപ്പോൾ അതിന് പകരം സുധീഷും ചേട്ടന്മാരും എല്ലാവരും കൂടി അവന്മാരുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ നിധി കാണിച്ചു കൊടുക്കുവാണ് അതിൽ ആരാണ് അവളെ അഞ്ജലി എന്നും പറഞ്ഞ് വിളിച്ചത്. അതിനുശേഷം പിന്നെ അടാറ് സ്റ്റണ്ട് തുടങ്ങുവാണ് കേട്ടോ. ഒരു രക്ഷയില്ല. സുധീഷ് ചേട്ടനും അനിയന്മാരും കൂടി അടാറ് സ്റ്റണ്ട്. അതിനുശേഷം അവന്മാരെല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ അവൻ വീട്ടിലേക്ക് ചെല്ലുവാണ്. നീതുവിൻ്റെ സഹോദരൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചോദിക്കണം എന്ത് പറ്റി മോനെ, എന്താ ചെയ്തത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും പറയുവാണ് ഇവളുടെ പുറകെ ഇനി ശല്യം ചെയ്ത് നടക്കരുതെന്ന് പറഞ്ഞതിന് അവൻ എന്നെ തല്ലിയതാണെന്ന് പറയുന്നു. അത് കേട്ട് അമ്മ രോഷകുലയാകുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഇവരുടെ വീട്ടിലേക്ക് തന്നെ വരുവാണ്. നിധിയോട് നേരത്തെ ഇത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ സുധീഷ് ചോദിക്കുവാണ്. അവൻ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, താൻ എന്തുകൊണ്ട് എന്നോട് പറയാൻ, നികേഷ് നിനക്കെങ്കിലും എന്നോട് പറയാൻ മേലാഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതേ നീതുവിൻ്റെ അച്ഛനും അമ്മയും കൗൺസിലറും കൂടി ചോദിക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചതെന്ന് ചോദിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ സുധീഷും അനിയന്മാരും ഇറങ്ങി വരുവാണ്. എന്താണ് ഡീറ്റെയിൽസ് പറയാനായിട്ട് വരുവാണ്. കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും അച്ഛൻ വരുന്നുണ്ട്. ഇതിനിടയിലേക്ക് അച്ഛനും കൂടി ആ വഴക്കിലേക്ക് ഇടപെടുന്നുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇവരെ പോലീസുകാരനെ ഏൽപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് കൗൺസിലർ ഇടപെടുകയാണ്. പോലീസ് എല്ലാ ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷും അനിയനും ഒക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. കൗൺസിലർ അതിൻ്റെ ഇടയ്ക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രോമോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇപ്പോൾ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ വീഡിയോസ് ലേറ്റസ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എപ്പിസോഡ്